ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുന്നൂർ കോത്തഗിരി ഊട്ടി എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് കോടനാടാണ്. ഈ കാണുന്നതാണ് കോടനാട് എസ്റ്റേറ്റ്. ഈ കോടനാട് എസ്റ്റേറ്റ് കോത്തഗിരി നീലഗിരി ഡിസ്ട്രിക്ട് എന്ന് കാണുന്ന ഈ കോടനാട് എസ്റ്റേറ്റ് എത്ര പേർക്ക് അറിയാം? ഈ കോടനാട് എസ്റ്റേറ്റ് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം തമിഴ്നാടിൻ്റെ മുൻ ചീഫ് മിനിസ്റ്ററും സിനിമാ താരവുമായിരുന്ന ജയലളിത അമ്മയുടെ എസ്റ്റേറ്റാണിത്. ആ കാണുന്നതൊക്കെ ജയലളിത അമ്മ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണെന്നാണ് പറയുന്നത്. ഒരു കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഒരു കാലത്ത് ജയലളിത അമ്മ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ ഭാഗം മുഴുവൻ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിർത്തിയിട്ടുള്ള. അപ്പോൾ ഇവിടെ മണ്ണെന്നുള്ള ഏരിയയുടെ ഭാഗത്ത് നിന്ന് കുറേ കവർ ചെയ്തു. ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. ഇപ്പോൾ ഒരു ടീ ഉണ്ടോ എന്ന് ചോദിച്ചു. ടീ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കയറ്റം മുഴുവൻ അതിവിദഗ്ധമായിട്ട് കയറി. നിഷ, നമ്മൾ ട്രക്കിങ്ങിൽ എക്സ്പേർട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിഷ. അല്ലേ, ഞാനും നിഷയും ശ്രീകോട്ടം പിന്നെ പുഷ്പം പോലെ കയറി. ഞങ്ങൾ ഈ കാണുന്ന സംഭവം മുഴുവൻ ഇറങ്ങിയതുപോലെ തിരിച്ചിങ്ങോട്ട് കയറി. സോ വി റീബിൽഡ് അവർ കോൺഫിഡൻസ്. സൂപ്പർ. ഒരു ബൈക്കിൽ വന്ന കുറച്ച് പിള്ളേർ ഇതുണ്ട്, ബൈക്ക് അവരുടെ കാണാം. ഈ ബൈക്കിലൊക്കെ വന്ന പിള്ളേർ കുറച്ച് പേര് പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് മോട്ടിവേഷനെ കൊടുത്ത് അവരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കാണുന്ന ഈ എസ്റ്റേറ്റ്സിലെല്ലാം വെച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാം. ഞങ്ങൾ വാട്ടർഫോൾസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ ഒരു മനോഹരമായിട്ട് വ്യൂ പോയിൻ്റ് കണ്ടു. ഈ വ്യൂ പോയിൻ്റിൽ കാർ നിർത്തി. ആ കാണുന്ന ഈ എസ്റ്റേറ്റിൻ്റെ സമുച്ചയം മുഴുവൻ കാണുന്നത് നമ്മുടെ തമിഴ്നാട് മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജയലളിത മാഡത്തിൻ്റെയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ അമ്മ എന്നാണ് ജയലളിത മാഡം അറിയപ്പെടുന്നത്. 700 ഏക്കറോളം വരുന്ന പ്രോപ്പർട്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ സൈഡിൽ കാണുന്ന അങ്ങോളം ഇങ്ങോളം കാണുന്ന പ്രോപ്പർട്ടി മുഴുവൻ അവരുടെയാണ്. എന്ത് ഭംഗിയാണ് നോക്കണേ. വളരെ മനോഹരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എസ്റ്റേറ്റ് തന്നെയാണ് ഇവിടെ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും ഒരു ഫോട്ടോ സ്പോട്ടായിട്ടും ഒരു വീഡിയോ സ്പോട്ടായിട്ടും എല്ലാം ഇവിടെ ഉപയോഗിക്കാം. കുറേ സമയം സ്പെൻഡ് ചെയ്യാം. ഞങ്ങളും ഇവിടെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നമ്മുടെ ആസ്ഥാന വീഡിയോഗ്രാഫർ സന്തോഷ് ശിവൻ ശ്രീവർദ്ധൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകാൻ. ഗംഭീരമായിട്ടുള്ള ആംബിയൻസാണ്, സൂപ്പർ പ്രകൃതിയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും ആ ഒരു 360 പോലെ അല്ലെങ്കിൽ 180 പോലെ കാണുന്ന ആ ഏരിയ മുഴുവൻ ഞാനിപ്പോൾ വൈഡ് ആംഗിളിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് വൈഡ് ആംഗിളിൽ കാണിച്ചു തരുന്നത് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അമ്മയുടെ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണത്. അവിടെ ഇനി നമ്മൾ ഓൺ ദ വേ കുറേ കാര്യങ്ങൾ കാണും. ഓൺ ദ വേ ഒരു തോട സെറ്റിൽമെൻറ്റ് കാണും. അതെല്ലാം ഈ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. സോ വെയിറ്റ്. ഇവിടെ കാണുന്ന മുഴുവൻ ജയലളിത മാഡത്തിൻ്റെ വീടാണ്. വീട് മീൻസ് അവരുടെ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന മുഴുവൻ. ഈ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. ഓൺ ദ വേ നമ്മൾ കുറച്ച് ബോർഡ് കണ്ടായിരുന്നു കോടനാട് എസ്റ്റേറ്റിൻ്റെ, പക്ഷെ നമുക്ക് ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റില്ല, മിസ്സായിപ്പോയി. ഈ ഏരിയ കംപ്ലീറ്റ് 700 ഏക്കറോളം എന്ന് പറയുമ്പോൾ അത്രയും ഉണ്ട്. റോഡ് സൈഡിലും ഈ കാണുന്ന മുഴുവനും അമ്മയുടെ എസ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി മാത്രമാണ്. കുറേ ദൂരമുണ്ട്. അപ്പോൾ അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, ഒരുപാട് പേരുടെ കുടുംബം കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നല്ല അടിപൊളി സംഭവമാണ്. ഈ കാണുന്നത് മുഴുവനും എസ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. റോഡിലൂടെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വരണം, ഇത് ജയലളിത മാഡത്തിൻ്റെ അമ്മാവയുടെ എസ്റ്റേറ്റാന്നുള്ള കാര്യം മനസ്സിലാക്കി വരണം. ഈ കാണുന്ന ഭാഗം തോട സെറ്റിൽമെൻറ്റാണ്. തോടാസ് ഒരു ട്രൈബൽ അല്ലേ തോടാസ് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ് താഴെ കാണുന്നത്. നമുക്കിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കുറച്ച് ഷോർട്സ് എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ജയലളിത അമ്മയുടെ എസ്റ്റേറ്റ് കണ്ടു. ആ സൈഡിൽ കാണുന്ന മുഴുവൻ എസ്റ്റേറ്റുകൾ തന്നെയാണ്. പിന്നെ ഈ സൈഡിൽ കാണിക്കൂ. ഈ സൈഡിലും നമുക്കൊരു നമ്മൾ ഊട്ടിയിലെ നമ്മൾ 9th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ് കണ്ടില്ലേ, അതേപോലെയുള്ള ഒരു ഗംഭീര സ്ഥലമാണ് ഈ സൈഡിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നുകൂടെ കാണിക്കൂ. ഇവിടെ ഒരു കുളം കാണാം, ഒരു വാട്ടർ ബോഡി കാണാം. ഈ സൈഡിൽ
മറ്റേ കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജിൻ്റെ വെജിറ്റേഷൻ കാണാൻ പറ്റും. കോളിഫ്ലവർ ഓർ ക്യാബേജിൻ്റെ വെജിറ്റേഷൻ കാണാൻ സാധിക്കും. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഗ്രീൻ ഹൗസാണത്. കുറേ ഫ്ലവേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രീൻ ഹൗസാണത്. ഫ്ലവർ ഗാർഡൻസിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസാണ് ആ സൈഡിൽ കാണുന്നത്. ഇത് കംപ്ലീറ്റ് തോട സെറ്റിൽമെൻറ്റ് അല്ലേ, തോട സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. തോട സെറ്റിൽമെൻറ്റിൻ്റെ ഏരിയയാണ്. ഇവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഏരിയ മുഴുവൻ 360 കാണിച്ച് നോക്കൂ. വാവ്. പക്ഷേ ഇങ്ങോട്ട് നോട്ട് അലൗഡ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് പ്രൈവറ്റ് സെറ്റിൽമെൻറ്റ്, നോട്ട് അലൗഡ്. ഇവിടെ നോട്ട് അലൗഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ട്രസ്പാസിങ് ചെയ്യാൻ പാടില്ല. ദാറ്റ് കുഡ് ബി എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, നമുക്കിതിന് മേലെ കയറാം. ഇതൊരു നല്ല നമ്മുടെ ഊട്ടിയിലത്തെ 9th മൈൽ ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റ് പോലെ ഇതൊരു നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി. നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം. നിഷ വരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഒരു കോടനാടിൻ്റെ ഒരു മന്ത് എന്നുള്ള ഒരു പുതിയ ഭാഗം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു തോട സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. ഈ കാണുന്നൊരു ഭയങ്കര സീനിക് ബ്യൂട്ടിയുള്ളൊരു ഫോട്ടോ പോയിൻറ്റ്, ഷൂട്ടിംഗ് പോയിൻ്റാണ്. ഓപ്പോസിറ്റ് ഗംഭീരമായിട്ട് കാഴ്ചകളുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഈ മന്ത് എപ്പിസോഡിൻ്റെ ചില കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ മന്നെന്നുള്ള ഏരിയയുടെ ഭാഗത്ത് നിന്ന് കുറേ കവർ ചെയ്തു. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടു. ഇപ്പോൾ ഇവിടെ ടീ ഉണ്ടോ എന്ന് ചോദിച്ചു. ടീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും നിഷയും ഗിരിയും ഒരു ടീ പറഞ്ഞു. നമ്മുടെ ശ്രീകുട്ടിന് ടീ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഫോൺ പേ കാണാം. അപ്പോൾ ഡിജിറ്റൽ റെവല്യൂഷൻ ഗോയിങ് ഓൺ എവരിവെയർ ഇൻ ഇന്ത്യ. സോ ലെറ്റ്സ് ഹാവ് സം ടീ, വെയിറ്റ് ഫോർ ദാറ്റ്. ചായയൊക്കെ കുടിച്ച് സുഖശീതളിമയായിട്ടുള്ള ഈ അന്തരീക്ഷത്തിലിരിക്കുന്നത് അതീവ മനോഹരമാണ് എന്നൊക്കെ കാവ്യാത്മകമായി പറയേണ്ടി വരും. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. അടിപൊളി. വിത്തൗട്ട് ചായ, നിഷയ്ക്ക് വിത്ത് ചായ, ഗിരിക്കും വിത്ത് ചായ. എല്ലാവരും ഇവിടെ ഈ പ്രകൃതിയിൽ ഇരുന്നുകൊണ്ട് മനോഹരമായിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ചായ നുകർന്നുകൊണ്ടിരിക്കും. ഡ്രസ്സില്ല അതിന് കോടി എവിടെ കൊടുക്കണം? ഓണക്കോടി தெரியுமே, புதிய ட்ரெஸ், புதுசா ட்ரெஸ் இல்லையா? அதுல அங்க கேரளாவில் சொல்லுவாங்க கோடி, புது ட்ரெஸ். ഹായ്, നമ്മളങ്ങനെ കോടനാട് വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയലളിത അമ്മയുടെ എസ്റ്റേറ്റൊക്കെ കണ്ടു. നമ്മൾ ചായയൊക്കെ കഴിച്ച് വരുമ്പോൾ ഇവിടെ ഒരു പിരിവ് കണ്ടു. ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് റോഡ്, നോ എൻട്രി എന്നുള്ള സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് കോടനാട് വ്യൂ പോയിൻറ്റ് ഈ സൈഡിലേക്ക് കാണിക്കുന്നുണ്ട്. കോടനാട് എസ്റ്റേറ്റ്, ഹോസ്പിറ്റൽ, ഫാക്ടറി, ഓഫീസ്, ബംഗ്ലാവ്. ഇതിലാണ് കോടനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയലളിത അമ്മയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് മാർക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഈ സൈഡിൽ വണ്ടി ഒന്ന് നിർത്തി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. നമുക്കിനി ഈ കുറച്ചു ജയലളിത അമ്മയുടെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായി എന്തെങ്കിലും കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുന്നൂർ, കോത്തഗിരി, ഊട്ടി എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് കോടനാടാണ്. ഈ കാണുന്നതാണ് കോടനാട് എസ്റ്റേറ്റ്. ഈ കോടനാട് എസ്റ്റേറ്റ് കോത്തഗിരി, നീലഗിരി ഡിസ്ട്രിക്റ്റ് എന്ന് കാണുന്ന ഈ കോടനാട് എസ്റ്റേറ്റ് എത്ര പേർക്ക് അറിയാം? ഈ കോടനാട് എസ്റ്റേറ്റ് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം തമിഴ്നാടിൻ്റെ മുൻ ചീഫ് മിനിസ്റ്ററും സിനിമാ താരവുമായിരുന്ന ജയലളിത അമ്മയുടെ എസ്റ്റേറ്റാണിത്. ഇപ്പോൾ കുറേ കേസിലും കുറേ വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ഗേറ്റിൽ നിന്നാണ് ഇത്ര ഒരു സെക്യൂരിറ്റി കൊലപ്പെടുത്തിയത്. എന്തോ രേഖകൾ മോഷ്ടിക്കാമെന്ന് കുറേ ആരൊക്കെയോ ആണ് ചേർന്ന് സെക്യൂരിറ്റി കൊലപ്പെടുത്തി. ആ വാർത്തകൾ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ചില ഗ്ലിംസസ് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഇവിടെ നിർത്തിയത്. ഓക്കെ, ഇതിന് ശരിക്കും ഓപ്പോസിറ്റിൽ ഇങ്ങോട്ട് വരൂ. ഓപ്പോസിറ്റിൽ ഇങ്ങോട്ട് വരൂ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു മെൻഷൻ കാണാം. ഈ കോടനാട് എസ്റ്റേറ്റ് സിൻസ് 1868 the finest Nilgiri high ground tea. This famous tea for yours has for years ranked in the world markets. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ISO ഒക്കെ ഉള്ളത് 1868 1868 ഈ എസ്റ്റേറ്റ് ഫോം ചെയ്തത്. ഇടയ്ക്ക് എപ്പോഴാണ്
ജയലളിത അമ്മ വാങ്ങിച്ചെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഓപ്പോസിറ്റിൽ കാണിച്ചു നോക്കൂ, നല്ല ഗംഭീരമായിട്ടുള്ള അസലായിട്ട് മെയിൻറ്റെയിൻഡ് ആണ്. ഇതിനകത്ത് ബംഗ്ലാവുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഓഫീസുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ എസ്റ്റേറ്റിനകത്ത് ഉണ്ട്. ഒരു കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഒരു കാലത്ത് ജയലളിത അമ്മ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ ഭാഗം മുഴുവൻ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിർത്തിയിട്ടുള്ള സ്ഥലമായിരുന്നു. പോലീസ് വണ്ടികളും പോലീസുകാരും ഫുൾ ടൈം ഈ പരിസരത്ത് മുഴുവൻ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. മാക്സിമം ആ ബോർഡ് ക്ലാസിഫൈഡ് എടുത്തല്ലോ അല്ലേ. ഇപ്പോൾ കോടനാട് എസ്റ്റേറ്റിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നു, കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു തന്നു. ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഫോളോ മീ. ഇത് കോടനാട് എസ്റ്റേറ്റിൻ്റെ ഒരു മെമ്മറിയാണ്. നമുക്കിവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കാലത്ത് ഇത് എന്തായിരുന്നു ശരിക്കും ഈ സാധനം? പോലീസ് ഔട്ട് പോസ്റ്റോ എന്തായിരുന്നു? കോടനാട് ബസ് സ്റ്റാൻഡ്. കോടനാട് ബസ് സ്റ്റാൻഡ്, സോറി, നേരത്തെ ഗിരി പറഞ്ഞിരുന്നു. ഇത് കോടനാട് ബസ് സ്റ്റാൻഡാണ്. ഈ കോടനാട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ വിപുലമായിരുന്ന സമയത്ത് ഈ കോടനാട് ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു ഈ ഒരു ബംഗ്ലാവ് പോലെ നമുക്ക് റിമൈൻഡ് ചെയ്യുന്ന സംഭവം. കുറച്ച് ബാക്കിൽ പോയിട്ട് നിൽക്കും, ബാക്കിൽ പോയിട്ട് ഇങ്ങോട്ട് കാണും, ഇങ്ങോട്ട്. അപ്പോൾ ഈ കോടനാട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നമ്മൾ ഈ കോടനാട് എസ്റ്റേറ്റിൻ്റെ ഈ ഭാഗത്ത് വിടവാങ്ങുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ രസകരമായിട്ടുള്ള കോടനാടിൻ്റെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് പോവാം. സോ സ്റ്റേ ട്യൂൺഡ്. ആ കാണുന്നതൊക്കെ ജയലളിത അമ്മ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഈ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ആ മഞ്ഞ കാറ് കണ്ടോ, ഗംഭീരമായിട്ട്. ഇതിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയില്ല. ഫ്രണ്ട് ജീപ്പ് മഹീന്ദ്ര അല്ലെങ്കിൽ വില്ലീസ് ആവാനാണ് സാധ്യത. ഈ മഞ്ഞ കാറിൻ്റെ ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാറ് കാണുന്നത്. ബാക്കിൽ സംഭവം എന്താ, അതും ഏതോ ഒരു വണ്ടി, എനിക്കത് അറിയുന്നില്ല. നമുക്ക് കണ്ടു നോക്കി മനസ്സിലാക്കാം. ഇനി അറിയുന്ന ആൾക്ക് ഇത് പറഞ്ഞു തരാം. ഇതൊരു ഗംഭീരമായിട്ടുള്ള വ്യൂ ആയില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജയലളിത അമ്മയുടെ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു ഭാഗം കണ്ടു. ഈ ഭാഗം കണ്ടോ? അവിടെ ഒരു ഡാം കാണുന്നുണ്ട്. ആ ഡാം കണ്ടോ? എവിടെ? ഇവിടെ അല്ലേ? അവിടെ ഡാം കാണുന്നുണ്ട്. ആ ഡാമാണ് എസ്റ്റേറ്റിനകത്തുള്ള ഡാമാണ്. ആ ഡാമിൽ നിന്നാണ് ഈ താഴെ കാണുന്ന ആ ഭാഗം, ഈ സൈഡ് കാണിക്കും, ബങ്കാട് ഡിവിഷൻ, ബങ്കാട് ഏരിയ എന്നുള്ള ഭാഗത്തേക്കൊക്കെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ആ ഡാമിൽ നിന്നാണ് വെള്ളം പോകുന്നത്. പിന്നെ അങ്ങ് ദൂരെ കണ്ടില്ല, ആ ഭാഗം കണ്ടില്ലേ? അവിടെ ആ താഴെ കാണുന്ന ഭാഗം, ആ താഴെ കാണുന്ന ദൂരെ ലോങ്ങുള്ള ഭാഗം കർണാടകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിന്നലെ വ്യൂ പോയിൻ്റ് കണ്ടില്ലേ? വ്യൂ പോയിൻ്റ് കണ്ട സമയത്തും അതിൻ്റെ ഏതൊരു ഭാഗം കർണാടകമായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് അത് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ എഴുതി കാണിക്കാൻ പറ്റുക ചെയ്യാം, ഒരു ഭാഗം കർണാടകമാണെന്നുള്ള കാര്യം. അതെനിക്ക് അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ കോടനാട് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഫൈനൽ സ്പോട്ടാണ് നമ്മുടെ ഗിരിയുടെ ഒരു ക്യാരറ്റ് ഫാം. നമ്മളിന്നലെ വരുമ്പോൾ കണ്ടു, കോടനാട് വ്യൂ പോയിൻ്റ് കാണാൻ മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. ചെറിയ ക്യാരറ്റിൻ്റെ സംഭവം കണ്ടില്ലേ? അത് ഗിരിയുടെയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കമോൺ, ഫോളോ മീ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിന്നലെ കണ്ട പോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ അകത്തേക്ക് വരാം. അകത്തേക്ക് വന്നത് ഗിരിയുടെ ഫാമാണ്.
ഇവിടെ കുറച്ച് ക്യാരറ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. അതിനകത്തേക്ക് ചെരുപ്പിട്ട് പ്രവേശിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിൽക്കാം. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഗിരിയെ കാണിക്കൂ. പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വാ. ഗിരി കുറച്ച് ക്യാരറ്റ് വലിച്ചിട്ട് വരുന്നുണ്ട്. ശ്രമിക്കാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇത് ക്യാരറ്റ് ഓക്കെ. അങ്ങനെ പറിക്കുകയാണല്ലേ ഗിരി. നമുക്ക് വേണ്ടി കുറച്ച് ക്യാരറ്റ് പറിക്കുകയാണ്. കോത്തഗിരി ക്യാരറ്റ് വേണമെന്ന് ഗോകു പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഗോകുവിന് വേണ്ടി നമ്മൾ ക്യാരറ്റ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ഭാഗമാണല്ലേ കർണാടക എന്ന് പറഞ്ഞത്. വ്യൂ പോയിൻറ്റിൻ്റെ ആ ഭാഗം ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി. വ്യൂ പോയിൻ്റ് ആ കാണുന്ന ഭാഗം, ആ വാലി താഴെ കാണുന്ന ഭാഗം കർണാടക ഡിസ്ട്രിക്റ്റ് ആണ്, സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏത് ഏരിയ എന്ന് എനിക്കറിയില്ല. ആ ഭാഗം കർണാടകയാണ് അത്രേ. എടുക്കണ്ടേ? ചേച്ചിയോട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് സെപ്പറേറ്റ് ആക്കണ്ടേ ചോദിക്കും. உங்களுக்கு பார்த்தா தெரியும். இது சர்க்க இவ்வளோ தானே, அதான் கொஞ்சம் கூடி பெருசாகிடுமா கேரட்டு? இது நீங்கள் பிடிங்கிட்டு இது ஒரு சைஸு, இதெல்லாம் கொஞ்சம் சின்னது. அது பெருசாகும். அதான் இது பெருசாகிடுச்சு. இது விட்டு இதை அப்படியே விட்டோம்னா இது அப்படி இதாகிடும், அழுகி போயிடும். அப்படியே கீழே இறங்கி கிளவிட்டு வரும். അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോത്തഗിരി സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോത്തഗിരി സീരീസ് അവസാനിപ്പിക്കുന്നത് കോടനാടെന്നാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഈ സൺഡേ മുഴുവൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഗിരിയാണ്. ഗിരി നമ്മുടെ കിഷോറിൻ്റെ ഫ്രണ്ടാണ്. കിഷോറിന് അവധിയില്ലാത്തത് കാരണം ഗിരിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. யூ ஆர் வெரி ஹெல்ப்ஃபுல் ஃபார் அஸ். நீங்கள் ரொம்ப உதவி பண்ணியாச்சு. அதுக்காக எப்படி எந்த அளவுக்கு நன்றி சொல்கிறேன்னு தெரியல. എനിക്ക് തമിഴ് ഇത്രയൊക്കെ അറിയുള്ളൂ, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഈ സീരീസ് അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു സീരീസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. പറയേണ്ട കാര്യമില്ലല്ലോ. സ്റ്റേ ട്യൂൺ.